പൊതുമേഖലയിൽ രാജ്യത്തെ ആദ്യ ചക്ക സംസ്കരണ ഫാക്ടറി നശിക്കുന്നു. രാഷ്ട്രീയ കൃഷി വികാസ് യോജനയുടെ ഭാഗമായാണ് തൃശൂർ മാളയിൽ ചക്ക ഫാക്ടറി ആരംഭിച്ചത്. പശ്ചാത്തല സൗകര്യമൊരുക്കേണ്ട അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ കൈയൊഴിഞ്ഞതിനാലാണ് ഫാക്ടറി അനാഥമായത്. ഇന്ത്യയിലെ ആദ്യ സംരംഭമായാണ് ചക്ക ഫാക്ടറി ആരംഭിച്ചത്. മാള പൂപ്പത്തിയിലെ ഈ ചക്ക സംരക്ഷണ കേന്ദ്രം പ്രവർത്തനം നിലച്ചിട്ട് വർഷങ്ങളായി. സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ പരാജയപ്പെട്ടതോടെയാണ് പൂട്ടേണ്ടി വന്നത്. രാഷ്ട്രീയ കൃഷി വികാസ് യോജനയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി ആരംഭിച്ചത്. പദ്ധതി ചെലവായ 1.25 കോടി രൂപയിൽ 60% കേന്ദ്രവും 40% സംസ്ഥാന സർക്കാരുമാണ് വഹിച്ചത്. ഇവിടെ നിർമ്മിക്കുന്ന ചക്ക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ലോകവിപണിയിൽ എത്തിക്കുകയായിരുന്നു ലക്ഷ്യം. ഒരു വർഷം 1500 കോടി രൂപയുടെ വിറ്റുവരവാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ പദ്ധതി ആരംഭിച്ച 5 വർഷത്തിനുള്ളിൽ ഫാക്ടറി പൂട്ടി. മന്ത്രിമാരും എല്ലാവരും MLA അടക്കം എല്ലാവരും വന്ന് വാഗ്ദാനങ്ങൾ തന്നു പോയതാണ്. ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കും, അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഇനി അവിടെ ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് അടച്ചുപൂട്ടിയ നിലയിലാണ്. അത് എത്രയും വേഗം തുറന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ട എല്ലാവിധ സഹകരണങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുകയാണ്. മരച്ചീനി, വാഴപ്പഴം എന്നിവ കൂടെ ഇവിടെ സംസ്കരിച്ച് മൂല്യവർദ്ധിത വസ്തുക്കൾ ഉണ്ടാക്കി വിറ്റഴിക്കുമെന്നും വാഗ്ദാനമുണ്ടായിരുന്നു. ലോകവിപണിയിൽ വൻ ഡിമാൻഡ് ഉണ്ടായേക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ സാധ്യതകളാണ് ചക്ക ഫാക്ടറി അടച്ചതോടെ ഇല്ലാതായത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.